ശ്രീ റിജിൽ ബാബുട്ടി, ഇപ്പൊ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ ചർച്ചയാവുന്നത് കൊണ്ട് CPM-ലെ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയിട്ടില്ല. തുടങ്ങുമ്പോഴാണല്ലോ അതേക്കുറിച്ചുള്ള ചർച്ച വരിക. കോൺഗ്രസിൽ നമ്മളിപ്പോൾ ജി സുധാകരനെ കുറിച്ച് പറഞ്ഞതുപോലെ വളരെ സീനിയറായ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്ത് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയ MP ആയ K സുധാകരൻ മത്സരിക്കണമെന്ന് പരസ്യമായി നിലപാടെടുത്ത് നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പല MP-മാർക്ക് ആഗ്രഹമുണ്ട് കേരളത്തിൽ വരണം എന്ന് മാത്രമല്ല ഈ സ്ഥാനമാനങ്ങളെ ചൊല്ലിയുള്ള PR വർക്കൊക്കെ നടത്തുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആഗ്രഹങ്ങൾ, മോഹങ്ങൾ എന്നുള്ള കാര്യം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മാത്രം ലിമിറ്റഡ് ആയിട്ടുള്ള ഒന്നല്ലല്ലോ. ശ്രീ അഭിലാഷേ, ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി നിങ്ങൾക്ക് അറിയാം, വലിയ ജനാധിപത്യ പാർട്ടിയാണ്. ആ പാർട്ടിക്കകത്ത് അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന നേതൃത്വമാണ്. ഞാൻ എത്രയല്ല എന്ന് പറഞ്ഞാൽ പോലും അത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. പക്ഷേ ആ പാർട്ടി, നമ്മുടെ പാർട്ടിയും ആ രൂപത്തിലല്ല ഇപ്പോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നല്ലോ, വളരെ ശക്തമായ രൂപത്തിൽ നേതൃത്വം ഇവിടെ മത്സരിച്ചല്ലോ, ഒരു പ്രശ്നം ഉണ്ടായല്ലോ, വലിയ 18ഓളം സീറ്റ് ഞങ്ങൾ നേടിയല്ലോ. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ മിന്നുന്ന വിജയം നേടിയല്ലോ. നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയുടേതായ മാനദണ്ഡം അനുസരിച്ച് കൃത്യമായ സ്ഥാനാർത്ഥിയൊക്കെ ഉണ്ടാവും. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് ഇവിടെ CPM എന്ന് പറയുന്ന പാർട്ടി ഇരുമ്പലൊക്കെ പോലത്തെ പാർട്ടി, പിണറായി വിജയൻ പറഞ്ഞാൽ അനങ്ങാത്ത പാർട്ടി അണികൾ ദേശാഭിമാനിയിൽ വരുന്ന വാർത്തകൾ മാത്രം വായിച്ച് ചിന്തിച്ച് പ്രതികരിക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് പാർട്ടിക്ക് നേതൃത്വം എടുക്കുന്നത്, ശിരസ വഹിക്കുന്ന അണികളും നേതൃത്വമാണ് ഉണ്ട് എന്നുള്ളത് ഈ നാട്ടിലെമ്പാടും പറയുന്ന ഒരു പാർട്ടിക്കകത്ത്, കേഡർ പാർട്ടിക്കകത്താണ് ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ കടന്നു വരുന്നത് എന്നുള്ളതാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ മത്സരിക്കാൻ പേര് വന്നപ്പോൾ കണ്ണൂർ ജില്ലയിലെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ വലിയ രൂപത്തിലെ വിമർശനങ്ങളാണ് അവർക്കെതിരായി നടന്നത്. PK ശ്യാമള എന്ന് പറഞ്ഞത് നമുക്കറിയാം, മക്കൾത്തായെന്നും മരുമക്കത്തായെന്നും ഇപ്പോൾ ഭാര്യത്തായെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ആക്ഷേപിക്കുന്നതും ഈ സൈബർ പോരാളികളാണ്. കേവലം സൈബർ പോരാളികൾ മാത്രമല്ല അവർ ഉത്തരവാദപ്പെട്ട ബ്രാഞ്ചിലെ ലോക്കലിലെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെ ആ പാർട്ടിക്കകത്ത് ഈ രൂപത്തിലേക്കുള്ള പ്രതികരണം എങ്ങനെ വന്നു? ആ പാർട്ടിക്കകത്തെ അഴിമതി ഉൾപ്പെടെ, ആ പാർട്ടിക്കകത്ത് ഫണ്ട് മുക്കൽ ഉൾപ്പെടെ അവിടെയുള്ള ആളുകൾ പാർട്ടി നേതൃത്വം പരസ്യമായി പറയുന്ന സാഹചര്യം ഇന്നലകളിൽ ഉണ്ടായിട്ടില്ലല്ലോ. ഇന്നലകളിൽ ഇല്ലാത്ത കാര്യങ്ങൾ ആ പാർട്ടിക്ക് നടക്കുമ്പോഴാണ് തീർച്ചയായും മാർക്സിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് ആ വിഷയത്തിനൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഞങ്ങളുടെ പാർട്ടിക്കകത്തു നിന്ന് ആളുകൾ പോയിട്ടുണ്ട്, ഇല്ലാന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ. പക്ഷേ പോകുന്ന ആളുകളുടെ അവർക്ക് അവരുടേതായ നിലപാട് കൊണ്ട് അവർ പോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ വിമർശിക്കുന്നവർ, കോൺഗ്രസ് അങ്ങനെയാണ്, കോൺഗ്രസ് ഇങ്ങനെയാണ്, കോൺഗ്രസ് അങ്ങനെ പറയുന്നവരാണെന്നൊക്കെ പറയുന്ന ആളുകൾക്ക് മുമ്പിലാണ് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത രൂപത്തിലേക്ക് CPM-നകത്ത് ഈ വലിയ രൂപത്തിൽ അന്തചിത്രം ഉണ്ടാകുന്നത്. ഞങ്ങൾക്ക് ഒരു തർക്കമില്ല, ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾ വലിയ രൂപത്തിൽ വിജയിക്കും. ആ രൂപത്തിലേക്കുള്ള രാഷ്ട്രീയ പരിസരമാണ് കേരളത്തിൽ ഒരുങ്ങി വന്നത്. കേരളത്തിലെ ഇടതുപക്ഷത്തിന് ചേർന്ന് നിൽക്കുന്ന അണികൾ പോലും ഈ തെരഞ്ഞെടുപ്പിനകത്ത് UDF-ന് വോട്ട് ചെയ്യും. കാരണം എന്താണ്? ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, അവർ ഇപ്പോൾ VK ശശിയെ പോലുള്ള ആളുകൾ പുതിയ പ്ലാറ്റ്ഫോം തേടി പോകുമ്പോൾ അവരുടെ ആയുധം എന്ന് പറയുന്നത് വോട്ടാണ്. ആ വോട്ട് ആയുധമാക്കി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് അവർ വോട്ട് ചെയ്യുന്നത്. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച പാർട്ടി കോട്ടകളിൽ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ സ്വന്തം പഞ്ചായത്തായിട്ടുള്ള മുണ്ടേരി പഞ്ചായത്ത് 48 വർഷമായി അവർ ഭരിക്കുകയാണ്. ആ ജില്ലാ സെക്രട്ടറിയുടെ പഞ്ചായത്ത് മാത്രമല്ല, സ്വന്തം വാർഡ്, ശബരാഷിനൊക്കെ അറിയാലോ, കണ്ണൂരിലെ പാർട്ടി കോട്ടകൾ എന്ന് പറയുന്ന വാർഡുകളൊക്കെ ഇതിനെക്കുറിച്ച് അറിയാലോ. ആരും ചോദിക്കാനും പറയാനില്ലാത്ത, കത്ത് നടത്താൻ പറ്റാത്ത സ്ഥലമാണ്. ആ സ്ഥലത്തെ മുണ്ടമട്ട എന്ന് പറയുന്ന ഈ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഇരിക്കുന്ന വാർഡിനകത്ത് മുസ്ലിം ലീഗിൻ്റെ ചെറുപ്പക്കാരനാണ് അവിടെ ജയിച്ചു വന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായും പാർട്ടിക്കകത്ത് പാർട്ടി നേതൃത്വരായി താഴേക്കിടയിലുള്ള അണികൾ, മയിൽ ജില്ലാ പഞ്ചായത്ത്, മയിൽ എന്ന് അഭിലാഷ് കണ്ണൂരുകാരനല്ലേ, ആ മയിൽ എന്ന് പറയുമ്പോൾ CPM-ന്റെ കോട്ടയല്ലേ, താങ്കൾ ഉൾപ്പെടെ അതിശക്തമായി കാര്യങ്ങൾ അറിയുന്ന ഒരാളല്ലേ. ആ മയിൽ ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർ ഇപ്പോൾ കോൺഗ്രസ് ആണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? MP അല്ല, അല്ലെങ്കിൽ MLA അല്ല ജയിച്ചത്, ജില്ലാ പഞ്ചായത്ത് മെമ്പർഷിപ്പിലേക്ക് പോലും മയിൽ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കോൺഗ്രസ് ജയിക്കണമെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പാർട്ടിക്കെതിരായി സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാർ ചിന്തിക്കുന്നു. അതിൻ്റെ വലിയ ബഹുസ്ഫുരണമാണ് PK ശശിയും ജി സുധാകരനും അതോടെ കുട്ടിക്കൃഷ്ണനും ഇനി വരാൻ പോകുന്ന പല നേതൃത്വവും ഈ പാർട്ടിക്കെതിരായി വിരൽ ചൂണ്ടുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏത് രൂപത്തിലേക്ക് പോകുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അതിനെ രാഷ്ട്രീയപരമായി മുതലെടുക്കുക എന്നത് ഞങ്ങളുടെ നിലപാട് തന്നെയാണ്. ഞങ്ങൾക്കെതിരായി നിലപാട് സ്വീകരിച്ചവരെ സ്വീകരിച്ച് സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ലേ. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ വീട്ടിനകത്ത് സെക്സ് റാക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞവർ തന്നെ അവർ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിച്ചില്ലേ. ഇപ്പോൾ അവർ ചേർത്ത് നിർത്തുന്നില്ലേ. എന്തെല്ലാം ആരോപണം ഉന്നയിച്ച ആളുകൾ അവരുടെ കൂടെ ഇപ്പോൾ പോയിട്ടുണ്ട്. അപ്പൊ അവർ സ്വീകരിച്ചില്ലേ. അപ്പോൾ ഞങ്ങളും ഞങ്ങളുടേതായ രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിക്കുക എനിക്ക് പറയാനുള്ളത്. ശരി ശരി ശ്രീ M സതീഷ്, യഥാർത്ഥ ഇടതുപക്ഷ നിലപാടുള്ള ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ അവകാശപ്പെടുന്ന ആളുകൾ ഇത്തവണ UDF-നാണോ വോട്ട് ചെയ്യുക?
അങ്ങനല്ല, അത് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടില്ല. അത് യഥാർത്ഥ ഇടതുപക്ഷ നിലപാടുള്ള ആളുകൾ UDF-നാണോ വോട്ട് ചെയ്യുക എന്നുള്ളത് അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കട്ടെ. അപ്പോൾ ഞങ്ങളുടെ തീരുമാനം എന്താണെന്ന് അപ്പം അറിയിക്കാം. പക്ഷെ ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി നമുക്ക് ആലോചിക്കണം. ഈ ഒരു അന്ധമായിട്ടുള്ളൊരു കോൺഗ്രസ് വിരോധം ഇപ്പോൾ വെച്ച് പുലർത്തേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമാണോ ഇന്ന് രാജ്യത്തുള്ളത്? ഒരു അന്ധമായിട്ടുള്ള ഒരു കോൺഗ്രസ് വിരോധം ഇന്ന് ദേശീയ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തിന് പോലും അല്ല, ദേശീയ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പല്ലല്ലോ, ലോക്സഭാ തെരഞ്ഞെടുപ്പല്ലല്ലോ, കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ലേ? ആയിക്കോട്ടെ, കേരള നിയമസഭയിലെ നമ്മുടെ നിയമസഭയിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണമെന്ന് ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടില്ല. അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ ആലോചിക്കും. അതെന്താണെന്നുള്ളത് അപ്പോൾ തീരുമാനിക്കാം. അതിൻ്റെ ഒരു തീരുമാനങ്ങളിലേക്കൊന്നും ഇപ്പോൾ എത്തിയിട്ടില്ലല്ലോ. അല്ല, പൊളിറ്റിക്കൽ ലൈൻ സംബന്ധിച്ചൊരു ക്ലാരിറ്റി വേണ്ടേ? ദേശീയ അടിസ്ഥാനത്തിലെല്ലാം അങ്ങനെ ഒരു ഉറപ്പില്ലാതെ PK ശശിയെ പോലെ ഒരാൾ ഇറങ്ങി വന്നെങ്കിൽ ഒരു കൺവെൻഷൻ നടത്തുമോ? അല്ല, അതിപ്പോ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, ആലോചിച്ചിട്ടില്ല, അങ്ങനെ ഒരു ചർച്ചയിലേക്കേ പോയിട്ടില്ല. മാത്രമല്ല, താങ്കൾ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ഥാനമോഹത്തിന് വേണ്ടിയാണ്, അധികാര പദവികൾക്ക് വേണ്ടിയാണ് ഞാൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു തീരുമാനം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഏറ്റവും വലിയ കോർപ്പറേഷൻ അല്ലേ KTDC? ആ KTDCയുടെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചിട്ടല്ലേ അദ്ദേഹം ഇപ്പൊ നിൽക്കുന്നത്? അങ്ങനെ ഒരു സ്ഥാനമോഹത്തോടാണ് താല്പര്യമെങ്കിൽ KTDCയുടെ സ്ഥാനത്ത് തുടരാമല്ലോ. KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് എത്ര ദിവസം കൂടി തുടരാം? തിരഞ്ഞെടുപ്പ് വരെയാണ്, പുതിയ സർക്കാർ വരെയാണ്. അതൊക്കെ വെറും ദിവസങ്ങളുടെ 10, 40, 45 ദിവസത്തിന്റെ കാര്യം മാത്രമല്ലേ? അത് വിട്ടൊഴിയുക എന്നുള്ളത് വലിയ ത്യാഗമാണോ? അങ്ങനെയാണ് നേരത്തെ അദ്ദേഹത്തിന് KTDCയുടെ ചെയർമാൻഷിപ്പ് ഒഴിയായിരുന്നല്ലോ. പാർട്ടി ശക്തമായ നിലപാടെടുക്കുകയും പാലക്കാട്ടെ പാർട്ടി എന്തുമാത്രം പരിഹരിച്ചു, അപ്പോ ഒഴിവാക്കായിരുന്നല്ലോ. ഒരു വലിയ കോർപ്പറേഷന്റെ ചെയർമാൻഷിപ്പ് രാജിവെച്ച് ഒരു നിലപാടിലേക്ക് വരുമ്പോ അധികാരമോഹത്തിന്റെ ഭാഗമായിട്ടാണോ അദ്ദേഹം ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്? ഞാൻ അതാ പറഞ്ഞത്, KTDCയുടെ ചെയർമാൻ സ്ഥാനം പുതിയ സർക്കാരോ അല്ലെങ്കിൽ ഭരണമാറ്റമോ വന്നാലും ഇല്ലെങ്കിലും എന്തായാലും ഓരോ സർക്കാർ അധികാരം ഏൽക്കുമ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ മാറുമല്ലോ. അതിന് ഇനിയിപ്പോ 45-50 ദിവസത്തെ താമസമല്ലേ ഉള്ളൂ. ഇപ്പൊ LDF-ന്റെ തന്നെ സർക്കാരായാലും ഇനി UDF-ന്റെ സർക്കാരായാലും അക്കാര്യത്തിൽ മാറ്റം വരുമെന്നുള്ള ഉറപ്പ് നമ്മളെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ഒരു 45 ദിവസത്തിന് മുമ്പ് ഒരു പദവി ഒഴിയുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണോ? അധികാരമോഹത്തോടുള്ള എന്തോ വലിയ വിരക്തിയാണോ? അതിനൊന്നും ഞാനതിനെ കാണുന്നില്ല. ഇവിടെ ശ്രീകുമാർ മനയിൽ ഇപ്പോൾ LDF-ന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അഭൂതപൂർവമായ, നേരത്തെ അതിൽ റിജിൽ മാക്കുറ്റി പറഞ്ഞത് ശരിയാണ്, സാധാരണ നിലയിൽ എതിരഭിപ്രായം ഉയരാത്ത മേഖലയിൽ തന്നെ എതിരഭിപ്രായം ഉയർന്നു. എനിക്കൊന്ന് സമൂഹം കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെടുന്നതിന്റെ കൂടി പ്രതിഫലനമായിട്ട് എടുക്കാം. ആളുകളൊക്കെ അവരവരുടെ അഭിപ്രായം പറയട്ടെ. ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോഴും UDF-ന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാകുമ്പോഴും നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിക്കണ്ടേ? അപ്പൊ അവിടുന്ന് ഇനി കുറെ ആൾക്കാരെ ഇറങ്ങാൻ നിൽക്കുകയാണെങ്കിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ അപ്പുറത്തൊക്കെ സ്പേസ് ഉണ്ടാവുമോ? അല്ല അഭിലാഷേ, തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ ഒറ്റ ഉത്തരവുള്ള അതിനുള്ളൂ, അതിൽ വിജയിക്കുക. തെരഞ്ഞെടുപ്പിൽ തോൽക്കാൻ വേണ്ടി ആരും മത്സരിക്കില്ലല്ലോ, എല്ലാവരും വിജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. അപ്പോൾ വിജയിക്കാനുള്ള വഴികൾ നോക്കുക എന്നുള്ളത് രണ്ട് രാഷ്ട്രീയ മുന്നണികളിലെയും ആത്യന്തികമായൊരു സ്വഭാവമാണ്. അപ്പോൾ എന്തുകൊണ്ട് അവരെടുത്തു, എന്തുകൊണ്ട് ഇവരെടുത്തു എന്ന് ചോദിക്കുന്നതിലൊന്നും വലിയ കാര്യമില്ല. കാരണം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു യുദ്ധമാണ്. കാരണം അവിടെ ജയിക്കാതെ നിലനിൽപ്പില്ല. ഒരു രാഷ്ട്രീയ കക്ഷിക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാതെ എങ്ങനെയാണ് നിലനിൽപ്പുള്ളത്? അത് വിജയിച്ചാൽ മതിയാവും. വിജയം എന്ന് പറഞ്ഞാൽ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ഘടകമാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ സംഭവിക്കുമോ അല്ലെങ്കിൽ മറ്റെവിടെ നിന്ന് ഇപ്പം വിടിയെടുക്കുമ്പോൾ ഇവരെന്ന് അപ്പുറത്തേക്ക് എടുക്കുമോ എന്നുള്ള ചോദ്യമൊന്നും അപ്രസക്തമാണ് സത്യം പറഞ്ഞാൽ. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൽ വീണ്ടും ഒന്ന് സ്ട്രെച്ച് ചെയ്ത് സംസാരിക്കുകയാണ്. നമ്മൾ ഇതിനകത്ത് ഈ മറ്റേ കാട് കാണാതെ മരം മാത്രം കണ്ടു പോകരുത്. കേരളത്തിലെ CPM നേരിടുന്ന വലിയ പ്രതിസന്ധിയുടെ അനുരണനങ്ങളാണ് യഥാർത്ഥത്തിൽ ശശിയിലൂടെയും സുധാകരനിലൂടെയും ശൈല ടീച്ചറിലൂടെയും ഒക്കെ പുറത്തു വരുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇവിടെ CPM നേതൃത്വത്തിലുള്ള സർക്കാർ ഇല്ലാതെ ആവുകയാണെങ്കിൽ അഭിലാഷ് നോക്കിക്കോ, നിങ്ങൾ ഈ കാണുന്നതിനേക്കാൾ വലിയ പൊട്ടിത്തെറിയായിരിക്കും CPM-ൽ ഉണ്ടാവാൻ പോവുക. കാരണം ഇപ്പോൾ പിണറായിയുടെ അധികാരം കൊണ്ട് അദ്ദേഹം പാർട്ടി പിടിച്ചു നിർത്തുന്നുണ്ട്. ഇപ്പോൾ ഈ പാർട്ടി ഒരുമിച്ച് നിൽക്കുന്നത്, ഒറ്റക്കെട്ടായി നിൽക്കുന്നത് പ്രത്യയശാസ്ത്രപരമല്ല, അതിൻ്റെ കേഡർ സംവിധാനം കൊണ്ടല്ല, പിണറായി വിജയൻ എന്നുള്ള വ്യക്തിയുടെ, അതികരുത്തനായ വ്യക്തിയുടെ അധികാരം കൊണ്ട് മാത്രമാണ്. നാളെ ഈ അധികാരം ഇല്ലാതായാൽ 14 ജില്ലകളിലും നിങ്ങൾ ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പൊട്ടിത്തെറി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നും 1 മണിക്കൂറിനുള്ള ചർച്ച നടത്തിയിട്ടൊന്നും അന്ന് പ്രയോജനം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ എല്ലാ ചാനലുകൾക്കും എല്ലാ ദിവസവും ചർച്ച നടത്താനുള്ള കാര്യങ്ങളുണ്ടാവും ആ സമയത്ത്. യഥാർത്ഥത്തിൽ ഇവിടെ ഈ ആന്തരിക സംഘർഷങ്ങളുടെ തുടർക്കഥകളാണ്. ഇത് തുടങ്ങിയത് 2021-ലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമാണ്.
2021 തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മരുമകൻ റിയാസ് മന്ത്രിയായതിനു ശേഷം പാർട്ടിയിൽ ഉരുണ്ടുകൂടുന്ന ആ കാര്യങ്ങൾ, ആ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അവസാനത്തെ ഒരു എക്സ്പോഷറാണ് നമ്മൾ കാണുന്നത്. ഇനി ഇതിന്റെ ഏറ്റവും വൈകാരികമായ തലത്തിലേക്ക്, ഏറ്റവും വൾണറബിളായ തലത്തിലേക്ക് ഈ വിഷയം പോകുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ CPM പരാജയപ്പെടുകയും CPM അധികാരം നഷ്ടപ്പെടുകയും ചെയ്യുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ കാണുന്ന പൊട്ടിത്തെറി ഇതൊന്നുമല്ല. ഈ CPM കാണാൻ പോകുന്നത് അതിഭീകരമായ രീതിയിലുള്ള രാഷ്ട്രീയ ചേരികളിൽ അതിൻ്റെ ഉള്ളിൽ രൂപപ്പെടും, രാഷ്ട്രീയ ബലാബലങ്ങൾ ഉണ്ടാവും. അതിനെ നമുക്ക് കാത്തിരുന്ന് കാണാമെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ശരി, രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം. ഒന്നും കൂട്ടിയാൽ എപ്പോഴും രണ്ടാവുകയുമില്ല. നമുക്കൊരു ഇടവേള എടുത്തതിന് ശേഷം മടങ്ങിയെത്തും. സൂപ്പർ പ്രൈം ടൈം brought to you by സുനാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കുറച്ചുകൂടി മധുരാവാം. ഫിദമോക്ക് അതാ ഇഷ്ടം. നല്ല മുരിഞ്ഞ പത്തിരി അവക്കിഷ്ടം. ഇത് ഉമ്മുമാക്ക്, ഇത് മൂത്തുമാക്ക്. ഈദ് മുബാറക്. ഇത് മോൾക്ക്. ഈദ് മുബാറക്. ഇത് എന്റെ ഉമ്മാക്ക്. ഇതൊക്കെ എന്തിനാ മോളെ? എന്റെ മനസ്സ് പറഞ്ഞു വാങ്ങാൻ. പറയും. ഇതിനകത്ത് എന്റെ ഫിദമോളുടെ ഹൃദയല്ലേ? എങ്ങനെയുണ്ട്? എല്ലാരും മൊഞ്ചായിണ്ടല്ലോ. ഈദ്, ഇത് ഹൃദയത്തിന്റെ ആഘോഷം. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഈ ലോകത്ത് നായേഴ്സ് ഇല്ലാത്ത സ്ഥലമുണ്ടോ? അതേപോലെ നായർ മാട്രിമോണിയിൽ ലോകത്തെ എല്ലാ സ്ഥലത്തുള്ള പ്രൊഫൈൽസ് ഉണ്ട്. കാവ്യയുടെ പ്രൊഫൈൽ ഇട്ടപ്പോ തന്നെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. നമ്മുടെ കാവ്യ മനോജിനെ നായർ മാട്രിമോണിയിലാണ് കണ്ടെത്തിയത്. നായർസിനുള്ള നമ്പർ 1 വിവാഹ സേവനം നായർ മാട്രിമോണി. നൂറ്റാണ്ടുകൾ നിലനിൽക്കുവാൻ രൂപകൽപ്പന ചെയ്തതുമായ ശക്തമായ TMT ഷ്യാം മാത്രം. ഷ്യാം സ്റ്റീൽ ഫ്ലെക്സി സ്ട്രോങ് TMT ബാർ. ശക്തവും വഴങ്ങുന്നതും. TMT ഫ്ലെക്സി സ്ട്രോങ് ഉള്ളപ്പോൾ വീട് എന്നേക്കും ശക്തം. ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ ഇപ്പോൾ പല കാഴ്ചപ്പാടുകൾ ഇതിനോടകം വന്നു. CPM-നെ സംബന്ധിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ പ്രമുഖരായ പല നേതാക്കളുടെയും അസ്വാരസ്യം കണ്ടു. അത് പൊട്ടിത്തെറിയിലേക്ക് എത്തിയത് PK ശശിയുടെ കാര്യത്തിൽ മാത്രമാണ്, ഒരു പരിധിവരെ G സുധാകരൻ്റെ കാര്യത്തിലും ആണ്. ഇനി ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവുന്ന റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ത് സംഭവിക്കാം എന്ന് നോക്കാം എന്ന നിരീക്ഷണത്തോട് താങ്കളുടെ പ്രതികരണം എന്താണ്? ഒരു ഡിസിൻറ്റഗ്രേഷൻ ഉണ്ടാവുമോ? അല്ല, ശ്രീകുമാർ മനയിൽ പറയുന്ന ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ CPM പരാജയപ്പെടും, ഇടതുപക്ഷ മുന്നണിക്ക് അധികാരം നഷ്ടപ്പെടും. അത് കഴിഞ്ഞാൽ CPM എന്ന രാഷ്ട്രീയ പാർട്ടി വളരെ ശക്തമായ ഒരു തകർച്ചയിലേക്ക് നീങ്ങും. 14 ജില്ലകളിലും പാർട്ടി ഘടകങ്ങൾ ശിഥിലമാവൂ എന്നൊക്കെയാണ് സ്വപ്നം കാണുന്നത്. അത് ഇത്തിരി കടന്നുപോയില്ലേ എന്ന് അദ്ദേഹം സ്വയം ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. എനിക്ക് തോന്നുന്നു അത് ഇത്തിരി കടുത്ത ചിന്തയായിപ്പോയി. അതൊരു സ്വപ്നത്തിൻ്റെ അടുത്ത് എത്തി നിൽക്കുകയാണ്. അങ്ങനെ കാണേണ്ട കാര്യമൊന്നുമില്ല. CPM എന്ന പാർട്ടിയും കോൺഗ്രസ് എന്ന പാർട്ടിയും ഒരു തവണയൊന്നും അല്ല കേരളത്തിൽ തോറ്റിട്ടുള്ളത്. എത്രയോ തവണ തോറ്റിട്ടുണ്ട്, എത്രയോ തവണ ജയിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2 തവണ തുടർച്ചയായിട്ട് അധികാരം പിടിച്ചടക്കി എന്നുള്ള ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചിലപ്പം തോക്കാം, ചിലപ്പോൾ ജയിക്കാം. ഒരു തോൽവി കൊണ്ടൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും കേരളത്തിൽ, പ്രത്യേകിച്ച് CPM-ഉം കോൺഗ്രസും CPM-ഉം അങ്ങനെ ശിഥിലമാകാൻ പോകുന്നില്ല, അങ്ങനെ പരാജയപ്പെടാൻ പോകുന്നില്ല. പിന്നെ പിണറായി വിജയനെക്കുറിച്ച് പറഞ്ഞു. പിണറായി വിജയൻ കേരളത്തിൽ തല ഉയർത്തി നിൽക്കുന്ന കരുത്തനായ നേതാവാണ്. എൻ്റെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ നേതാവ് തല ഉയർത്തി തന്നെ നിൽക്കണം, നിലപാടുണ്ടാവണം, അതിനകത്ത് കരുത്തുണ്ടാവണം. ആ കരുത്താണ് ഒരുപക്ഷെ CPM-നെ ഇത്ര ശക്തമായിട്ട് ഒന്നിച്ച് നിർത്തുന്നത് പിണറായി വിജയൻ്റെ കരുത്ത് തന്നെയാണ്. പിണറായി വിജയന് ശേഷം എന്താവും, അങ്ങനെ പ്രളയമാവുമെന്നൊന്നും പറയേണ്ട കാര്യമില്ല. അത് ആ പാർട്ടി നോക്കിക്കോളും. ആ പാർട്ടിക്കറിയാം എങ്ങനെ അവിടുത്തെ നേതാവിനെ തിരഞ്ഞെടുക്കണം, അടുത്ത നേതാവ് ആരായിരിക്കണം. ഇപ്പം തന്നെ MP രാജേഷ്, രാജീവ് നല്ല ശക്തരായ 2 നേതാക്കളല്ലേ കേരള മന്ത്രിസഭയിലെ, കേരള ഗവൺമെൻറ്റിലെ. അതിൽ MP രാജേഷിനെ തകർക്കാനാണ് പാലക്കാട്ട് ശ്രമം നടത്തിയത്. ആ വാളയാർ പെൺകുട്ടികളുടെ കാര്യമുണ്ടല്ലോ, അതുവരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജേഷിനെതിരെ ഉപയോഗിച്ചു. എന്തിനു വേണ്ടി? രാജേഷിൻ്റെ രാഷ്ട്രീയം തകർക്കാൻ. സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ടുണ്ടാകും കാര്യങ്ങൾ. അതൊക്കെയാണ് ഇപ്പോൾ അവിടെ അലയടിക്കുന്ന പ്രശ്നങ്ങൾ. അതുകൊണ്ട്
ഇങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഒരാളെ തോൽപ്പിക്കാനൊന്നും നോക്കേണ്ട കാര്യമില്ല, നശിപ്പിക്കാനും നോക്കേണ്ടതില്ല. പിണറായി വിജയൻ ഇല്ലെങ്കിൽ വേറെ നേതാക്കളുണ്ടാവും. ഞാൻ പറയുന്നത് പി രാജീവും MB രാജേഷും നല്ല നേതാക്കന്മാർ തന്നെയാണ്. ഇപ്പോഴത്തെ ബാലഗോപാലുണ്ട്, തീർച്ചയായിട്ടും. ഞാനില്ലേ ഈ രണ്ടുപേരുടെ കാര്യം പറഞ്ഞത്, രാജേഷിനെ എതിരെ ശക്തമായ നീക്കം പാലക്കാട്ട് നടന്നതുകൊണ്ടാണ് ഞാൻ രാജേഷിൻ്റെ പേര് എടുത്തു പറഞ്ഞത്. രാജീവ് എൻ്റെ കൂട്ടത്തിൽ വന്നേ ഉള്ളൂ. KN ബാലഗോപാൽ തീർച്ചയായിട്ടും നല്ല നേതാവ് തന്നെയാണ്. അവിടെ ആയിഷ പോയിട്ട് മത്സരിക്കുന്നു കൊട്ടാരക്കരയിൽ. വരട്ടെ, രാഷ്ട്രീയ മത്സരം നടക്കട്ടെ. നല്ല നേതാവ്, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന നേതാവ്, ജനങ്ങൾ വോട്ട് ചെയ്യുന്ന നേതാവ് ജയിക്കട്ടെ, സാരമില്ല. പക്ഷേ ഇതുകൊണ്ട് CPM ആകപ്പാടെ തകരും, ഒരു പാർട്ടിയുടെ എല്ലാ ജില്ലകളിലും തകർച്ചയുണ്ടാവും എന്നൊന്നും പറയുന്നതിനകത്ത് കഥയില്ല. അതിനകത്ത് രാഷ്ട്രീയമില്ല, ആ പറച്ചിലിനകത്ത് രാഷ്ട്രീയമില്ല. രാഷ്ട്രീയം എന്നാൽ കേരള രാഷ്ട്രീയത്തിൽ ജയമുണ്ടാവും, തോൽവിയുണ്ടാവും, വലിയ നേതാക്കന്മാരുണ്ടാവും, അത്ര വലുതല്ലാത്ത നേതാക്കന്മാരുണ്ടാവും. എങ്കിലും രാഷ്ട്രീയം മുന്നോട്ട് പോകും, രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് പോകും. ശരി, എന്തായാലും കൊച്ചു ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ പാലക്കാട്ടെ ഈ ഭൂമി കുലുക്കത്തിൽ എന്തൊക്കെ സംഭവിക്കും? ഈ വിമത പ്രവർത്തനം 1-2 സീറ്റുകൾ പാലക്കാട് നഷ്ടപ്പെടാൻ LDFന് വഴിവെക്കുമോ? കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇനി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വം വരുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കും? ആകാംക്ഷയോടുകൂടി കാത്തിരിക്കണം രാഷ്ട്രീയ കേരളം. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം. Jewelers. ഫ്ലോർ ടൈലുകൾക്ക് ഒരു ബ്യൂട്ടി ട്രീറ്റ്മെന്റ്, ആംകോസ് ഫ്ലോർ ഗാർഡ്. ഇതെന്താ പതിവില്ലാതെ രാവിലെ തുടങ്ങിയുള്ളൊരു ക്ലീനിങ്? ഇതിനൊക്കെ ഇപ്പൊ എന്തിനാ ചേച്ചി കയറുന്നത്? പക്ഷെ ഞാൻ ചെയ്യുന്ന അത്രയൊന്നും വരില്ലല്ലോ. അതെന്താ അങ്ങനെ? നമ്മളെ ഈ ആവശ്യമുള്ളൊന്നും കളയാറില്ല. ഈ ചെലവും കൂടി ചേച്ചിനെ കൊണ്ട് എങ്ങനെയാ? അമ്മ ഉണ്ടായിരുന്നെങ്കിൽ. അമ്മ ഇപ്പോഴും കൂടെ ഉണ്ടല്ലോ. ചില അവസരങ്ങൾക്ക് സ്വർണത്തെക്കാൾ മൂല്യമുണ്ട്. ഇന്ന് തന്നെ സ്വർണം വിൽക്കൂ അഭിമാനത്തോടെ. വൈറ്റ് ഗോൾഡ്, നിങ്ങളുടെ സ്വർണം പണമായി മാറ്റാൻ ഏറ്റവും മികച്ച ഇടം. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ആദ്യം ഫാൻ കറങ്ങും, എന്നിട്ടേ കറണ്ട് വരൂ. വട്ടായോ? ആദ്യം ഫാൻ കറങ്ങും, പിന്നെ കറണ്ട് വരൂ. ആദ്യം ഫാൻ കറങ്ങും, പിന്നെ കറണ്ട് വരും. ഓൺ ചെയ്യും. പ്രകൃതിയിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുക മാത്രമല്ല, ഞങ്ങൾ ജീവിതത്തിൽ വെളിച്ചം വിതറുകയും സന്തോഷം പകരുകയും ചെയ്യുന്നു. അതാണ് ഞങ്ങൾ ചെയ്തു കാണിക്കുന്നു. Super Prime Time brought to you by സുനാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നമസ്കാരം. പ്രധാന വാർത്തകൾ നോക്കാം. വാങ്കഡയിലും സൂപ്പറായി സഞ്ജു. 2020 ലോകകപ്പ് സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ തകർപ്പൻ അർദ്ധ സെഞ്ചുറി. 42 പന്തിൽ അടിച്ചെടുത്തത് 89 റൺസ്. ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ. ആഗോള അയ്യപ്പ സംഗമത്തിലെ കള്ളക്കണക്കിൽ ദേവസ്വം ബോർഡിനെ കുടഞ്ഞ ഹൈക്കോടതി. അയ്യപ്പ സംഗമത്തിൽ നടന്നത് സാമ്പത്തിക അച്ചടക്കമില്ലായ്മ. കൂടുതൽ തുക വിനിയോഗിച്ചത് വിശദീകരിക്കണം. സ്വർണ്ണ കൊള്ളക്കേസിൽ ബോർഡിനെതിരെ EDക്ക് മൊഴി നൽകി തന്ത്രി കണ്ഠരര് രാജീവര്. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് രാജിവെച്ചു. സ്ഥാനമൊഴിയുന്നത് മമതാ സർക്കാരുമായുള്ള 3.5 വർഷത്തെ പോരും ഭരണവും പൂർത്തിയാക്കി. അടുത്ത ഗവർണറായി പശ്ചിമബംഗാളിൽ എത്തുന്നത് RS രവി. സംസ്കൃത സർവകലാശാല VCയെ പുറത്താക്കി കേരള ഗവർണർ. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം CPMൽ പൊട്ടിത്തെറിയിലേക്ക്. സ്ഥാനാർത്ഥിയാക്കിയത് ചോദ്യം ചെയ്ത് സംസ്ഥാന കമ്മിറ്റിയിൽ യുവ നേതാവ്. സമൂഹ മാധ്യമങ്ങളിൽ ശ്യാമളയ്ക്കെതിരെ പ്രതിഷേധമെന്ന ആരോപണം. സ്ഥാനാർത്ഥിയാക്കിയത് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ എന്ന പരിഗണനയെ അല്ലെന്ന് MV ഗോവിന്ദൻ. ആന്റണി രാജുവിനെ കൈവിട്ട് സർക്കാർ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി ശിക്ഷ മരവിപ്പിക്കരുതെന്ന് ഹൈക്കോടതി. സർക്കാർ നിലപാട് അറിയിച്ചത് ആന്റണി രാജു ശിക്ഷിക്കപ്പെട്ട തൊണ്ടിമുതൽ കേസിൽ.
ഇന്നും അടങ്ങാതെ പശ്ചിമേഷ്യയിലെ സംഘർഷം. ഗൾഫിലെ CBSE 10ാം ക്ലാസ് പരീക്ഷകൾ റദ്ദാക്കി. UAEക്കെതിരെ ഇന്നുണ്ടായത് 131 ആക്രമണ ശ്രമങ്ങൾ. ശ്രീലങ്കൻ പുറംകടലിൽ അമേരിക്ക മുക്കിയത് ഇന്ത്യൻ നാവികസേന അതിഥിയായി ക്ഷണിച്ച കപ്പലെന്ന് ഇറാൻ. ഖമനേയിക്ക് അനുശോചനം രേഖപ്പെടുത്തി ഇന്ത്യ. മധ്യസ്ഥത വഹിക്കാമെന്ന് ചൈന. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നിർമ്മാണം പൂർത്തിയാകും മുൻപേ ഉദ്ഘാടനം നിർവഹിച്ച സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള മാതൃഭൂമി ന്യൂസ് പരമ്പര തുടരും. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തിരക്കിട്ട ഉദ്ഘാടന മാമാങ്കമാണ് നാട്ടിലുടനീളം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും മുൻപ് പൂർത്തിയായതും പൂർത്തിയാകാത്തതുമായ പദ്ധതികളെല്ലാം നാടിന് സമർപ്പിക്കുകയാണ്. ഇത്തരത്തിൽ ഉദ്ഘാടനം ചെയ്ത തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ അവസ്ഥ എന്താണെന്ന് ഒന്ന് കണ്ടുവരാം. ഇത് കഴിഞ്ഞ മാസം 23-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ച തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ പുതിയ ബഹുനില മന്ദിരമാണ്. പുറത്തു നിന്നുള്ള ഈ മൂടി കണ്ടാൽ തോന്നും പണിയെല്ലാം പൂർത്തിയായി പൂർണ്ണ പ്രവർത്തന സജ്ജമായി തുറന്നു കൊടുത്തതാണ് എന്ന്. എന്നാൽ അങ്ങനെയാണോ? അല്ല. റീജിയണൽ ക്യാൻസർ സെന്ററിനായി നിർമ്മിച്ച ഈ ബഹുനില മന്ദിരം നാടിന് സമർപ്പിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തൊഴിലാളികൾ പണിയിലാണ്. ഒരു മഴ പെയ്താൽ നെൽകൃഷി നടത്താൻ പരുവത്തിന് പാകമായ മുറ്റം. കെട്ടിടത്തിന് ചുറ്റും നിർമ്മാണ സാമഗ്രികൾ. ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ. പുതിയ ബഹുനില മന്ദിരത്തിലേക്ക് എത്താനുള്ള വഴിയുടെ പണി പോലും പൂർത്തിയായിട്ടില്ല. ഈ കാണുന്ന വഴിയിലൂടെയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി എത്തി ഉദ്ഘാടന മാമാങ്കം കഴിഞ്ഞ് മടങ്ങിയത്. രണ്ടായിരത്തി 2018 തറക്കല്ലിടിയിച്ചുകൊണ്ടുള്ള RCCയിലെ പണി തുടങ്ങിയതാണ്. 3 വർഷം കൊണ്ട് RCC പണിത് തരുമെന്നാണ് പ്രഖ്യാപനവുമായാണ് ഇത് മുന്നോട്ട് പോയത്. ഇപ്പോൾ ഒരു ഇലക്ഷൻ അടുക്കുന്നതിന് മുന്നേ ഒരു പണിയും കംപ്ലീറ്റ് ആക്കാതെ അവിടെ ഒരു ഓപ്പറേഷൻ തിയേറ്ററില്ല, ഒരു വാട്ടർ കണക്ഷൻ കിട്ടിയിട്ടില്ല, KCB കണക്ഷൻ കിട്ടിയിട്ടില്ല, കംപ്ലീറ്റ്ലി സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെയാണ് ഇപ്പോൾ അവിടെ ഒരു ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. 242 കോടി രൂപ ചിലവിലാണ് 3,30,117 ചതുരശ്രയടി വിസ്തീർണത്തിലുള്ള പുതിയ കെട്ടിടം. റേഡിയോ തെറാപ്പി മെഷീനുകൾ, അയഡിൻ തെറാപ്പി വാർഡ് ഉൾപ്പെടെയുള്ള ന്യൂക്ലിയർ മെഡിസിൻ സങ്കേതങ്ങൾ, ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ്, ഓപ്പറേഷൻ തിയേറ്ററുകൾ, വാർഡുകൾ, ഇൻസെന്റീവ് കെയർ യൂണിറ്റുകൾ, ലുക്കീമിയ വാർഡ്, രക്തബാങ്ക്, മൈക്രോബയോളജി വിഭാഗം തുടങ്ങിയ സേവനങ്ങളാണ് പണി പൂർത്തിയായാൽ ഈ കെട്ടിടത്തിൽ ലഭ്യമാക്കാനാകുക. 1ാം നില മാത്രമാണ് ഒരുവിധമെങ്കിലും പൂർത്തിയാക്കിയിട്ടുള്ളത്. ബാക്കി 13 നിലകളും ഒരു ലിഫ്റ്റ് സൗകര്യം പോലും ഇല്ലാതെ പൂർത്തിയാക്കാതെ കിടക്കുകയാണ്. സെക്കൻഡ് ഫ്ലോറിലോട്ട് ഒരു കട്ടിലില്ല, ഒരു സൗകര്യം ഒരുക്കിയിട്ടില്ല, ഫുൾ ഫിനിഷിംഗ് ആയിട്ടില്ല. എങ്കിൽ ഫിനിഷ് ആയെങ്കിൽ കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമല്ലോ, അത് കൊടുത്തിട്ടില്ല ഇതുവരെയ്ക്കും. കെട്ടിടത്തിനകത്ത് ഉപകരണങ്ങളടക്കം ഇല്ല എന്ന വസ്തുത ജനങ്ങളെ കാണിക്കാൻ എത്തിയാൽ തടയാൻ സെക്യൂരിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. LDF സർക്കാരിൻ്റെ സമയത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. അതിനാൽ സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാകും മുൻപ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കണമെന്ന ആഗ്രഹം തോന്നിയാൽ തെറ്റാണെന്ന് പറയാനാകില്ല. അങ്ങനെ ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിൻ്റെ ഗുണം എന്നു മുതൽ ജനങ്ങൾക്ക് ലഭിക്കുമെന്നതാണ് പ്രധാന പ്രശ്നം. കഴിഞ്ഞ 8 കൊല്ലം കൊണ്ട് നടക്കുന്ന പണിയാണ്. അത് പൂർണ്ണമായും തീർന്നിട്ടില്ല എങ്കിലും ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ആകട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ചെയ്യേണ്ട കാര്യം അടിയന്തരമായി ഇത് പ്രവർത്തന സജ്ജമാക്കി ആളുകൾക്ക് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. ശ്യാമിനൊപ്പം അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. കണ്ണൂർ കല്യാട് കഴിഞ്ഞ ദിവസമാണ് ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. ആദ്യഘട്ട ഉദ്ഘാടനം എന്ന നിലയിൽ 100 കിടക്കകൾ അടക്കം സജ്ജീകരിച്ചു എന്നായിരുന്നു അവകാശവാദം. എന്നാൽ ഇലക്ട്രിക് ജോലികൾ പോലും പൂർത്തിയാകാതെയാണ് ഉദ്ഘാടനം നടത്തിയത്. 300 ഏക്കർ സ്ഥലത്ത് 3 നിലകളിലായി അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം. 200 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കേന്ദ്രത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടനമാണ് നടന്നത്. ഉദ്ഘാടനത്തിനായി താഴത്തെ നില പെയിന്റ് അടിച്ച് വൃത്തിയാക്കി. മുകളിലേക്കെത്തിയാൽ യഥാർത്ഥ ചിത്രം കാണാം. വയറിംഗ് പണികളോ ഇലക്ട്രിക് ജോലികളോ പൂർത്തിയായിട്ടില്ല. നൂറ് കിടക്കകളുള്ള ആശുപത്രി സജ്ജമാണെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചത്. 100 പോയിട്ട് ഒരു കിടക്ക പോലും കാണാനില്ല.
കേവലം മന്ത്രിക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മാത്രം അതിൻ്റെ മുഖം മാത്രം മിനുക്കിക്കൊണ്ട് പുറമോടി മാത്രം മിനുക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഒരു ഉദ്ഘാടന മാമാങ്കം എന്നുള്ള ആൾക്ക് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് ഓരോ ഉദ്ഘാടനങ്ങളും എന്നാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്. ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രവും നഴ്സറിയും താളിയോല പഠന കേന്ദ്രവും പൂർത്തിയായെന്നും അവകാശവാദമുണ്ട്. എല്ലാം വാക്കുകളിൽ മാത്രം. പണി ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഗവേഷണ കേന്ദ്രം പ്രവർത്തിച്ചു തുടങ്ങാൻ ഇനിയും സമയമെടുക്കും. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ. 2018 പ്രളയകാലത്ത് ഇടുക്കി ഡാം തുറന്നപ്പോഴാണ് ചെറുതോണിയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഒലിച്ചുപോയത്. 2019 ഒരു പുതിയ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം അവിടെ ആരംഭിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സും ഉദ്ഘാടനം ചെയ്തു. 2 വർഷം കഴിഞ്ഞിട്ടും ഉപയോഗിക്കാൻ കഴിയാത്ത ഈ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസം മറ്റൊരു ഉദ്ഘാടനം കൂടി നടന്നു. KSRTCയുടെ ഓപ്പറേറ്റിംഗ് സെന്ററും ഡിപ്പോയും. കഴിഞ്ഞ ദിവസമാണ് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ചെറുതോണിയിൽ ഒരു KSRTC ഡിപ്പോ ഉദ്ഘാടനം ചെയ്തത്. കുറേ KSRTC ബസ്സുകൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്താൽ KSRTC ഡിപ്പോയാകുമോ? അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടേ? പ്രവർത്തന സജ്ജമായ ഒരു കെട്ടിടം വേണ്ടേ? പിന്നെ എന്തിനായിരുന്നു ഇത്തരമൊരു ഉദ്ഘാടന മാമാമുഖം എന്ന് ചോദിച്ചാൽ എല്ലാം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് പറയേണ്ടി വരും. 2024 മന്ത്രി റോഷി അഗസ്റ്റിൻ തന്റെ മണ്ഡലത്തിലെ ചെറുതോണിയിൽ ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് കം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണിത്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം ഇനിയും പൂർത്തിയായിട്ടില്ല. ഈ ബസ് സ്റ്റാൻഡിലാണ് കഴിഞ്ഞ ദിവസം KSRTC ഡിപ്പോ പ്രവർത്തനം ആരംഭിച്ചത്. വയറിംഗ് പ്ലംബിംഗ് ജോലികൾ പോലും പൂർത്തിയാകാത്ത ഈ കോംപ്ലക്സിലെ ഒരു മുറി പോലും ഉപയോഗസജ്ജമല്ല. ആകെ ആവശ്യത്തിലേറെയുള്ളത് തുക അനുവദിച്ചതിൻ്റെയും ഉദ്ഘാടനങ്ങൾ നടത്തിയതിൻ്റെയും ഫലകങ്ങൾ മാത്രം. ജില്ലാ പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെടുന്ന ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനത്തിന് മുൻകൈയെടുത്തത് സ്ഥലം MLAയും മന്ത്രിയുമായ റോഷി അഗസ്റ്റിനാണ്. ബസ് സ്റ്റാൻഡ് തുറന്ന് പ്രവർത്തിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പിന്റെ അനുമതി തേടി 1.5 വർഷം മുമ്പ് ജില്ലാ പഞ്ചായത്ത് അപേക്ഷ നൽകിയിരുന്നു. ഇതിൽ അനുമതി ലഭിക്കാതെയാണ് KSRTC ഡിപ്പോ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇത് 4 ഉദ്ഘാടനം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ഇടുക്കിയിലെ ജനങ്ങളെ പറ്റിക്കുന്നതിന് തുല്യമാണ്. കാരണം ഇതിനകത്ത് ബെയറിങ് ഇലക്ട്രിഫിക്കേഷൻ വർക്കുകൾ നടന്നിട്ടില്ല, പ്ലംബിങ് നടന്നിട്ടില്ല, വേസ്റ്റ് വെള്ളം പോകാൻ വേണ്ടി സോക്ക് പിറ്റില്ല, അടിസ്ഥാന സൗകര്യം ബാത്റൂമിനകത്ത് ജലം എത്തിക്കാനുള്ള സംവിധാനങ്ങളില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു കെട്ടിടം എങ്ങനെ പൂർത്തിയായി എന്നും പറഞ്ഞ് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ചെറുതോണിയിൽ താൽക്കാലികമായി വാടകയ്ക്കെടുത്ത മുറിയിലാണ് ഉദ്ഘാടനത്തിന് ശേഷം KSRTCയുടെ ഓപ്പറേറ്റിംഗ് സെന്റർ പ്രവർത്തിക്കുന്നത്. നിലവിൽ ബസ് സ്റ്റാൻഡ് യാത്രക്കാർക്ക് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് മാറണമെങ്കിൽ കുറഞ്ഞത് 6 മാസമെങ്കിലും വേണം. ഇപ്പോഴത്തെ ഉദ്ഘാടനം കൊണ്ട് ശിലാഫലകത്തിന്റെ എണ്ണം കൂടുമെന്നല്ലാതെ യാത്രക്കാർക്ക് ബസ് സ്റ്റാൻഡ് കൊണ്ട് മറ്റു ഗുണമൊന്നുമില്ല. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജൈനസ് രാജു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി. കൊച്ചിയിലൂടെ ഹരീഷിന്റെ യാത്ര തുടരുകയാണ്. കാണാം വൈറൽ പീഡിക. കൊച്ചിയിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയ നല്ല ഗംഭീര സ്പോട്ട് ഏതാണ്? അടിപൊളി ഹോട്ടല് നമ്മുടെ മാതാ ഹോട്ടൽ തന്നെയാണ്. അടിപൊളി ഹോട്ടലാണ് മാതാ ഹോട്ടൽ. നേരെ പാലാരിവട്ടത്തോട്ട് കേട്ടോ, അവിടെ ഒരു മാത. എന്താ ചോദിക്കാനാ, മാത ഉണ്ടല്ലോ ഇവിടെ. ഞങ്ങളൊക്കെ 98 മുതൽ ഞാനിവിടെ കഴിച്ചു തുടങ്ങി. മാത തന്നെയാണ് മാതാ ഹോട്ടൽ. കൊച്ചിക്കാരോട് ചോദിക്കുക, നല്ല മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കിട്ടുമെന്ന്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും പാലാരിവട്ടം മാത എന്ന്. ഈ തിരക്ക് കണ്ടില്ലേ, അകത്തേക്കുള്ള തിരക്കാ. ഇത്ര പോണോ? ഇതാണ് അവസ്ഥ, ഫുൾ ടൈം തിരക്ക്. അതായത് നല്ല അടിപൊളി നോൺ വെജ് ഐറ്റങ്ങൾ, ചിക്കൻ സ്റ്റൂ, ബീഫ് സ്റ്റൂ, അതുപോലെ തന്നെ നിരവധി എന്തൊക്കെയോ ഐറ്റങ്ങൾ, മീൻകറി എല്ലാം കിട്ടും. അത് ബ്രേക്ക്ഫാസ്റ്റാണ് മെയിൻ പരിപാടി. പിന്നെ ഉച്ചയ്ക്ക് രാത്രി എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് അത് 1.5 പൊളി തന്നെ മക്കളെ. കണ്ടുവല്ലോ കേട്ടോ, 10-30 വർഷം പഴക്കമുള്ള കട. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. കാരണം അത്രയും വർഷത്തെ പാരമ്പര്യമുള്ള കടയാണ്. അതായത് ലിബിച്ചേട്ടൻ്റെയും സിബിച്ചേട്ടൻ്റെയും അപ്പയും അമ്മയും തുടങ്ങിയ കടയാണ്. അത് ബഡ് ബേക്കറി ആയിരുന്നു, പിന്നെ അതവർ ഹോട്ടലാക്കി മാറ്റി. പപ്പുള്ള സമയത്ത് കഞ്ഞിക്കടയായിരുന്നു, പിന്നെ കഞ്ഞി വിട്ടു. ഇപ്പം നോൺ വെജിൻ്റെ ഒരു നിരവധി ഐറ്റം നിരത്തിക്കൊണ്ടുള്ള ഒരു ഗംഭീര സ്പോട്ടാക്കി മാറ്റിയേക്കാം. അതായത് തിരക്കിന് പ്രധാന കാരണം ഇങ്ങനെ ചെറിയ കടയാണ്, ഒരു കുഞ്ഞു കടയാണ്. പക്ഷേ ഗംഭീര ഭക്ഷണം, ഭക്ഷണ കാര്യം നോ കോംപ്രമൈസ്. കഴിച്ചേട്ടാ, അത് സെൽഫ് സർവീസാണ്, കാര്യങ്ങളല്ല. പോവാം, അവിടെ എവിടെയെങ്കിലും ചെന്ന് കഴിക്കാം. അല്ലെങ്കിൽ തന്നെ ഈ ഭാഗത്ത് കണ്ടില്ലേ, അവിടേക്ക് ഇരിക്കാൻ സ്ഥലങ്ങളുണ്ട്.
കുക്കിംഗ് ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. നമ്മുടെ കയ്യൊപ്പം മൊത്തത്തിൽ അതിന് പാല് ഉപയോഗിച്ചപ്പോൾ പാല് നമ്മുടെ കറിയുടെ ചിക്കൻ കറിയിലും മുട്ടക്കറിയിലും മെയിൻ പാല്. സാധാരണ നോർമൽ പാല്, കവർ പാല്. നമ്മൾ 6-6 തുടങ്ങൂലേ? 6:30 ഫുഡ് സ്റ്റാർട്ടാവും. 6 തൊട്ട് ചിക്കൻ കിട്ടും. 6:30 നമുക്ക് സ്റ്റൂ ആണ്. രാവിലെ ഉണ്ടാവും നമുക്ക് ബീഫ് സ്റ്റൂ, ചിക്കൻ സ്റ്റൂ, വെജ് സ്റ്റൂ, മീൻ കറി, ബീഫ് റോസ്റ്റ്. നമുക്ക് 6 തൊട്ട് രാവിലെ 6:30 മണിക്ക് രാവിലെ 6 മണിക്ക് റെഡിയാവും. ആ തിരക്ക് ഇങ്ങനെ തുടരും. അതിങ്ങനെ ഫ്ലോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും സംഭവം. ഉച്ചക്ക് ബിരിയാണി, നെയ്ച്ചോറ്, ഊണും. വെള്ളിയാഴ്ച നമുക്ക് പ്രോൺസ് ബിരിയാണി സ്പെഷ്യൽ, ശനിയാഴ്ച ബീഫ് ബിരിയാണി ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി ചിക്കൻ ബിരിയാണി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. പിന്നെ നെയ്ച്ചോറ് വരുമ്പോൾ നമുക്ക് കോംബോ ആണ് വരുന്നത്. ബീഫ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ. അതിലേതെങ്കിലും ഒന്നായിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ 130 രൂപ, 130. രാത്രി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാവും. പിന്നെ അപ്പം, ഇടിയപ്പം, മണിക്കൂട്ട്, പൊറോട്ട, ചപ്പാത്തി. അതാണ് നമ്മുടെ മെയിൻ സാധനം. അത് ഈ ഇടിയപ്പം തന്നെ വേറൊരു രൂപത്തിൽ. അതെനിക്ക് തോന്നുന്നത് ഇവിടെയും കൊച്ചിയിലും മാത്രമുള്ളതെന്നാണ് തോന്നുന്നത്. ഈ എറണാകുളത്തും മറ്റേ ബീശപ്പം എന്ന് പറയും ചിലവ്. ഇപ്പൊ ആ ഇടിയപ്പം പുട്ടിന്റെ കുറ്റിയിൽ, ചെറിയ പുട്ടിന്റെ കുറ്റിയിൽ എടുത്തത് മണിക്കൂട്ട്. ഇതാണ് നമ്മൾ അടുത്ത മെയിൻ ഷെഫ് സിബി അല്ലേ? അതെ, സിബി. സിബി നേരത്തെ പറഞ്ഞല്ലോ, സിബിച്ചേട്ടനും ലിബിച്ചേട്ടനാണ് മെയിൻ 2 ഷെഫുമാര്. അത് നിങ്ങൾ ബീഫാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ്? അല്ല എല്ലാം അടിക്കുമോ? എല്ലാം ചെയ്യും. ബീഫിന്റെ ഐറ്റംസ് 4 ഐറ്റംസ് ആണ് ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ബീഫ് കറി, അത് പണ്ട് തുടങ്ങിയുള്ള ഞങ്ങളുടെ പഴയ കാലം തുടങ്ങിയുള്ള. പിന്നെ ഇപ്പൊ ബീഫ് സ്റ്റൂ എല്ലാ സ്ഥലത്തും ഉള്ളതുകൊണ്ട് ഇവിടെ ബീഫ് സ്റ്റൂ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് മിക്ക സ്ഥലത്തും ഉണ്ടാകുന്ന അറിയാൻ കാരണം ഇതിന്റെ മെയിൻ സാധനം വെച്ചാൽ ഉള്ളിയാണ്, ചെറിയ ഉള്ളി. അത് പൊളിച്ചെടുക്കാൻ നല്ല പണിയാണ്. അതിനുവേണ്ടി മാത്രം പെങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനെ ശരിക്കും കാട്ടുവെപ്പ് എന്നാണ് ഇതിനെ ശരിക്കും പറയുന്നത്. ഈ കാട്ടിൽ കയറാൻ നേരത്ത് മസാലപ്പൊടി ഇതൊക്കെ ഇട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് ഞങ്ങൾ ഇവിടെ ബീഫ് റോസ്റ്റ് എന്നുള്ള സെറ്റപ്പാണ് പറയുന്നത്. കാട്ടുവെപ്പ് നമ്മൾ ഇപ്പോൾ ആൾക്കാരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് കാട്ടുവെപ്പ് എന്നുള്ളത് പിന്നെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ ചതച്ചമുളക് നമ്മൾ കൃഷി എടുക്കുന്നത് നമ്മൾ മിക്സിയിൽ ഇതും പിന്നെ വെളിച്ചെണ്ണയും ഉപ്പും മാത്രമാണ് ഈ സാധനം തരുന്നത്. വേറെ ഒന്നുമില്ല. പിന്നെ ഉപ്പ്, ഒരു 4 ഐറ്റം ബീഫ്. ഈ കൊച്ചി ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കണല്ല. അതേപോലെ എല്ലാ ആൾക്കാരും അവിടെ നിന്നും തെക്കുന്നും വടക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇത് നമ്മ അവർക്ക് നല്ലോണം സർവ് ചെയ്ത് തരണമെങ്കിൽ നല്ല പേര് കിട്ടും. കേരളത്തിൽ എനിക്ക് തോന്നല്ല കോഴിമുട്ട ഇല്ലാത്ത കട. സാധാരണ എല്ലാ സ്ഥലത്തും ചെന്നാലും കോഴിമുട്ട ഉണ്ടാവില്ലേ? ഇവിടെ കോഴിമുട്ട ഇല്ല. കോഴിമുട്ട മറ്റേ താറാമുട്ട വെച്ചിട്ടുണ്ടെങ്കിൽ നാടൻ താറാമുട്ട ഉണ്ടോ? മാതയിൽ വന്ന നിർബന്ധമായി കഴിക്കണം എന്ന് പറയാൻ പറ്റിയ ഐറ്റം എന്താ? അങ്ങനെ ഞാനങ്ങനെ പറയും. സ്വന്തം കടയിൽ പോയല്ലോ. അതെ, എല്ലാം കഴിക്കണം. എല്ലാം വന്ന് കഴിച്ചു നോക്കാനേ ഞാൻ പറയത്തുള്ളൂ. യൂട്യൂബാണ് എൻ്റെ ആശാന. ഓരോ സാധനം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പരിച്ച് എന്നിട്ട് അവർക്ക് സ്റ്റൈലായിരിക്കില്ല. നമ്മുടെ സ്റ്റൈലിൽ ഇങ്ങനെ ഉണ്ടാക്കി ഈ വീട്ടുകാരെ തീറ്റിക്കും, കൂട്ടുകാരെ തീറ്റിക്കും. അങ്ങനെ അവർ പറഞ്ഞു അങ്ങനെ ചെയ്ത് നോക്കിയാണ് അത് ഇങ്ങനെ ചേട്ടാ, ഒരു മണിപ്പൂട്ടും ഒരു ചിക്കൻ കറി, പിന്നെ എന്താ പറയാ, പൊറാട്ടയ്ക്ക് എന്താ ഐറ്റം അല്ലേ? ഗംഭീരം. താറാ മുട്ടക്കറി ആയാലോ? അടിപൊളിയാ. അപ്പോൾ ഒരു പൊറാട്ടയും ഒരു താറാ മുട്ടക്കറി ആയിക്കോട്ടെ. എന്നൊരു അപ്പത്തിന് ബീഫ് സ്റ്റൂ ആയിക്കോട്ടെ. എല്ലാം ടേസ്റ്റ് ആവട്ടെ. ഇനിയും എന്തൊക്കെ ഐറ്റം കിട്ടും. നമ്മൾ കുറച്ച് സാധനം മാത്രം. അപ്പം ഒരു അപ്പേ പറഞ്ഞിട്ടുള്ളൂ, ഒരു പൊറാട്ടേ പറഞ്ഞിട്ടുള്ളൂ, ഒരു മണിപ്പൂട്ടും ഒരു കഷ്ണം അപ്പം എടുത്തിട്ട് താറാമുട്ടക്കറി. പാലൊഴിച്ചിട്ടാണ് താറാമുട്ടക്കറി ഉണ്ടാക്കുന്നത്. ഇതിലേക്കും പൊറാട്ടയും ബീഫും എന്ന് പറയുന്നത്. പൊളി പറഞ്ഞാൽ പൊളി. വെറുതെ കേട്ടോ കൊച്ചിക്കാർ പറഞ്ഞത്. കൊച്ചി നല്ല ബ്രേക്ക്ഫാസ്റ്റ് കൂട്ട് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ മാതാ ഹോട്ടലിൽ നിന്ന് പറഞ്ഞ് വെറുതെ അല്ല. കാരണം എല്ലാം കിടു എന്ന് പറഞ്ഞാൽ കിടു. എക്സാ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ പാലാരിവട്ടത്ത് സംസ്കൃത ജംഗ്ഷനിലാണ് മാതാ ഹോട്ടലും. ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്. ഞാൻ ചോദിച്ചാലും അറിയാൻ പറ്റും. അപ്പോൾ തന്നെ ഞാൻ കഴിക്കട്ടെ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും பார்க்கலாம். ഓക്കെ, വാർത്തകളിലേക്ക് തിരികെ എത്തുമ്പോൾ ഗൾഫിലെ CBSE 10ാം ക്ലാസ് പരീക്ഷകൾ റദ്ദാക്കി. പരീക്ഷാഫലം സംബന്ധിച്ച തീരുമാനം പിന്നീടായിരിക്കും ഉണ്ടാവുക. ഈ മാസം 7 നടക്കേണ്ട 12ാം ക്ലാസ് പരീക്ഷ മാറ്റിവെച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കും. മാർച്ച് 9 ശേഷം നടക്കേണ്ട 12ാം ക്ലാസ് പരീക്ഷകളുടെ കാര്യത്തിൽ തീരുമാനം സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമായിരിക്കും. തിരുവിതാംകൂർ
തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ആഗോള അയ്യപ്പ സംഗമത്തിൽ നടന്നത് സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണെന്ന് കോടതി വിമർശിച്ചു. ബോർഡിന്റെ സാമ്പത്തിക സംവിധാനങ്ങൾക്ക് സുതാര്യതയില്ല. ചെലവ് കൂടിയത് എങ്ങനെയെന്ന് ബോർഡ് വിശദീകരിക്കണം. സ്പോൺസർഷിപ്പിനേക്കാൾ കൂടുതൽ തുക ചെലവഴിച്ചതിൽ ബോർഡ് വിശദീകരണം നൽകണമെന്നും കോടതി. വിവരങ്ങളുമായി ബിനിൽ, ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു. ഇപ്പോൾ കോടതി വളരെ കൃത്യമായി തന്നെ അക്കമിട്ട് നിരത്തി എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്, എന്തായിരുന്നു സാമ്പത്തിക അച്ചടക്കമില്ലായ്മ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? ശ്രീജ, ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിൽ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. കാരണം ആഗോള അയ്യപ്പ സംഗമം സ്പോൺസർഷിപ്പ് കൊണ്ട് നടപ്പിലാക്കും എന്നതായിരുന്നു ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. എന്നാൽ അതിന് വിരുദ്ധമായി സ്പോൺസർഷിപ്പിനേക്കാൾ കൂടുതൽ തുകയാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി ചെലവിട്ടിരിക്കുന്നതെന്നാണ് ഹൈക്കോടതിയിലെത്തിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ കണക്കാക്കുന്നത് 7 കോടിയിലധികം രൂപയുടെ ചെലവാണ് ഇതിൽ വന്നിരിക്കുന്നതെന്നാണ് ഇതിന്റെ കരാറുകാർ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ സ്പോൺസർഷിപ്പായി കിട്ടിയ തുകയുടെ കണക്ക് നോക്കുമ്പോൾ അത് 3,98,00,000 രൂപയാണ്. 2 കോടി രൂപ ധനലക്ഷ്മി ബാങ്ക് നൽകി, 1 കോടി രൂപ കേരള ബാങ്ക് നൽകി, 98 ലക്ഷം രൂപ അദാനി പോർട്സ് നൽകി. ഈ 3 പേരാണ് ആകെ സ്പോൺസർഷിപ്പായി പണം നൽകിയിരിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ ഇരട്ടിയാണ് ചെലവായി വന്നിരിക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ബജറ്റ് തയ്യാറാക്കിയപ്പോൾ 5 കോടിയിൽ പരം രൂപയാണ് അതിന് ചെലവ് കണക്കാക്കിയിരുന്നത്. അവിടെയാണ് ആ ചെലവ് ഉയർന്ന് ഏതാണ്ട് 7 കോടിയും കഴിഞ്ഞ് മുകളിലേക്ക് പോയത്. അതുകൊണ്ടാണ് കോടതി ഇതിൽ ഒരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടായിട്ടില്ല, തീർത്തും സുതാര്യതയില്ലാത്ത സാമ്പത്തിക സംവിധാനങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുള്ളത് എന്ന് നിരീക്ഷിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോടതി ഇപ്പോൾ ദേവസ്വം ബോർഡിനോട് രേഖാമൂലം തന്നെ ഏത് സാഹചര്യത്തിൽ ഇത് നേരത്തെ കോടതി അറിയിച്ചതിനപ്പുറത്തേക്ക് ഇതിന്റെ പണച്ചെലവ് പോയി അതിന്റെ സാഹചര്യങ്ങൾ വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ദേവസ്വം ബോർഡ് എന്തായിരിക്കും മറുപടി നൽകാൻ പോകുന്നത്, അതനുസരിച്ചായിരിക്കും കോടതിയുടെ തുടർ നടപടികൾ ഉണ്ടാകാൻ പോകുന്നത്. ശരി, ബിന്നിലാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. പശ്ചിമ ബംഗാൾ ഗവർണർ സ്ഥാനം CV ആനന്ദബോസ് രാജിവെച്ചു. 3.5 കൊല്ലം കാലാവധി പൂർത്തിയാക്കിയ ശേഷമാണ് ആനന്ദബോസ് രാജിവെക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് രാജി. RS രവി അടുത്ത ബംഗാൾ ഗവർണറാകും. വിവരങ്ങളുമായി P ബസന്ത്, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള രാജിയാവുമ്പോൾ സ്വാഭാവികമായും മറ്റ് സംശയങ്ങളും ഉണ്ടാകും. എന്തൊക്കെയാണ് അങ്ങനെ ഉയരുന്ന സംശയങ്ങൾ? എന്താണ് അദ്ദേഹത്തിന്റെ വിശദീകരണം? ഗവർണർ CV ആനന്ദബോസ് ഇപ്പോൾ ബംഗാളിൽ എത്തിയിട്ടുള്ളത്. രാജിക്കത്ത് പെരുമാറിയ ശേഷമാണ് എന്നാണ് സൂചന. ഏതായാലും പെട്ടെന്ന് സർക്കാർ ആവശ്യപ്പെട്ട പ്രകാരം തന്നെയാണ് ആനന്ദബോസിന്റെ രാജി എന്നത് വ്യക്തമാണ്. കാരണം രാജിക്ക് തൊട്ട് പിന്നാലെ മമതാ ബാനർജി എക്സിൽ പോസ്റ്റ് ചെയ്തത് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഇതിന് പിറകിലുണ്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ചില കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ തത്പരപ്പെടുത്തി അതിനെ വഴങ്ങാതിരുന്നതിനെ തുടർന്നിട്ടാണ് രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് മമതാ ബാനർജിയുടെ ആരോപണം. മാത്രമല്ല അടുത്ത ഗവർണർ തമിഴ്നാട് ഗവർണറായ RN രവിയായിരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നോട് പറഞ്ഞുവെന്നും മമതാ ബാനർജി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ്. കാരണം തന്നോട് ആലോചിക്കാതെയാണ് ഒരു ഗവർണർ ഇവിടെ നിയമിക്കുന്നത് എന്നാണ് ഇപ്പോൾ മമതാ ബാനർജിയുടെ ആരോപണം. അതേസമയം പ്രത്യേക കാരണമൊന്നും പറയാതെയാണ് രാജി എന്നാണ് മനസ്സിലാകുന്നത്. ലഫ്റ്റനന്റ് ഗവർണർ കവേന്ദ്ര ഗുപ്തയും രാജിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗവർണർമാരുടെ മാറ്റം ഉടനടി തന്നെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. തമിഴ്നാട്ടിൽ RN രവിക്ക് പകരം മറ്റാർക്കെങ്കിലും ചുമതല നൽകാനുള്ള ഒരു സാധ്യതയുണ്ട്. ആനന്ദബോസ് ഇപ്പോൾ ഡൽഹിയിൽ തന്നെയുണ്ട്. അദ്ദേഹം ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. ശരി, P ബസന്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് വരാം, ഇടവേളയ്ക്ക് ശേഷം. മാതൃഭൂമി ന്യൂസ് ബ്രോട്ട് യു ബൈ നൂറ്റാണ്ടുകൾ നിലനിൽക്കുവാൻ രൂപകൽപ്പന ചെയ്തതുമായ ശക്തമായ TMT ഷ്യാം മാത്രം. ഷ്യാം സ്റ്റീൽ ഫ്ലെക്സി സ്ട്രോങ് TMT ബാർ, ശക്തവും വഴങ്ങുന്നതും. TMT ഫ്ലെക്സി സ്ട്രോങ് ഉള്ളപ്പോൾ വീട് എന്നേക്കും ശക്തം. കുറച്ചുകൂടി മധുരാവാം. ഫിദമോക്ക് അതാ ഇഷ്ടം. നല്ല മുരിഞ്ഞ പത്തിരി അവക്കിഷ്ടം. ഇത് ഉമ്മുമാർക്ക്, ഇത് മൂത്തുമാർക്ക്. ഈദ് മുബാറക്. ഇത് മോൾക്ക്. ഈദ് മുബാറക്.
ഇതിനകത്ത് എൻ്റെ ഫിദമോളുടെ ഹൃദയമല്ലേ? എങ്ങനെയുണ്ട് എല്ലാരും മൊഞ്ചായിണ്ടല്ലോ. ഈദ്, ഇത് ഹൃദയത്തിന്റെ ആഘോഷം. പാനസോണിക് AC ഇന്ത്യയുടെ പുതിയ ക്യാപ്റ്റൻ കൂൾ. ഇതിന്റെ അഡ്വാൻസ് ഡസ്റ്റ് ബസ്റ്റർ ടെക്നോളജി അത് ഔട്ട്ഡോർ യൂണിറ്റിനെ ഓട്ടോ ക്ലീൻ ചെയ്യുന്നു. എന്നുവെച്ചാൽ ഉഗ്രൻ കൂളിംഗും ദീർഘായുസും. ഞാൻ പറഞ്ഞു അമ്മയും മോനും രാവിലത്തെ ചായ ഒന്ന് കുടിച്ചോട്ടെ എന്ന്, അല്ലേ? അയ്യോ അമ്മ, എനിക്ക് ഫോൺ ചെയ്യാണ്. വേറെന്താ ഞാൻ ചെയ്യുക? ചായ. സ്നേഹത്തോടെ ചായ ഉണ്ടാക്കുന്നു, സ്നേഹത്തോടെ ബന്ധം നിലനിർത്തുന്നു. വാഗ് ബക്രി ചായ എന്നെന്നും ബന്ധങ്ങൾ കെട്ടിപ്പിടിക്കുന്നു. മാതൃഭൂമി ന്യൂസ് ഷോക്ക് ക്രെഡിറ്റ്സ്. ഇന്ത്യയിലെ നമ്പർ 1 ജ്വല്ലറി ഗ്രൂപ്പായ ജോസ്കോ. സൂപ്പർ പസഫിക് ഫൈനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ്. ഹെൽത്തി പെയിന്റിംഗ് എന്ന നവീന ആശയവുമായി കേരള പെയിന്റ്സ് രംഗത്ത്. രാസവസ്തുക്കളുടെ അളവ് കുറച്ച് പരമാവധി കുറച്ച് പ്രകൃതിദത്ത രീതിയിൽ നിർമ്മിച്ച ഭദ്രം എന്ന ഇൻഡോർ പെയിന്റാണ് തരംഗമാവുന്നത്. വിഷരഹിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനൊപ്പം കുറഞ്ഞ അളവിൽ പെയിന്റ് ഉപയോഗിച്ചാൽ മതിയെന്ന നേട്ടവുമുണ്ട്. വീടിന്റെ ചുവരുകൾ ശ്വാസം മുട്ടിക്കുന്നത് കേൾക്കുമ്പോൾ അതിശയം തോന്നാമെങ്കിലും ശ്വസിക്കുന്ന വായുവിനെ വിഷലിപ്തമാക്കുന്ന രാസവസ്തുക്കൾ നമ്മുടെ വീടുകളിലെ ചുവരുകളിൽ ഉണ്ടെന്നതാണ് വാസ്തവമെന്നാണ് പറയുന്നത്. ഇവിടെയാണ് ഹെൽത്തി പെയിന്റിംഗ് എന്ന പുതിയ ആശയവുമായി കേരള പെയിന്റ്സ് രംഗത്തെത്തുന്നത്. നിലവാരം കുറഞ്ഞ പെയിന്റുകളിൽ സാധാരണയായി കണ്ടുവരുന്ന ലെഡ്, ഫോർമാൽഡിഹൈഡ് തുടങ്ങിയ മാരക വിഷാംശങ്ങൾ വീടിനുള്ളിലെ വായുവിനെ മലിനമാക്കുന്നു എന്ന തിരിച്ചറിവാണ് കേരള പെയിന്റ്സിനെ വേറിട്ടതാക്കുന്നതെന്ന് സംരംഭകർ പറഞ്ഞു. കേവലം ഒരു പെയിന്റ് എന്നതിൽ ഉപരി ആരോഗ്യകരമായ ജീവിതശൈലി പകരുക എന്നതാണ് ഈ ബ്രാൻഡിൻ്റെ ലക്ഷ്യം. മാറ്റത്തിന് ചുക്കാൻ പിടിക്കുന്നത് റബ്ബർ ബോർഡിന് കീഴിലുള്ള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ്. ഇവിടെ നടന്ന ഇൻക്യുബേഷനിൽ വികസിപ്പിച്ചെടുത്ത ഭദ്രം എന്ന ഇൻഡോർ പെയിന്റിംഗ് മേഖലയിലെ പുതിയ വഴിത്തിരിവാണെന്ന് കേരള പെയിന്റ്സ് ചൂണ്ടിക്കാട്ടുന്നു. രാസവസ്തുക്കളുടെ അളവ് പരമാവധി കുറച്ച് പ്രകൃതിദത്തമായ രീതിയിലാണ് നിർമ്മാണം. വിഷാംശങ്ങളില്ലാത്ത സുരക്ഷിതമായ ഇൻഡോർ അന്തരീക്ഷം നൽകുന്നതിനോടൊപ്പം സാധാരണ പെയിന്റുകളെക്കാൾ 30% വരെ അധികം കവറേജ് ലഭിക്കുന്നതിനാൽ കുറഞ്ഞ അളവ് പെയിന്റിൽ ജോലി പൂർത്തീകരിക്കാമെന്നും ചിലവ് കുറയ്ക്കാമെന്നും കേരള പെയിന്റ്സ് ചൂണ്ടിക്കാട്ടുന്നു. ഇൻഡോർ എയർ ക്വാളിറ്റിയെ കുറിച്ചാണ് കേരള പെയിന്റ് ആശങ്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കേരള പെയിന്റ് എല്ലാ പ്രൊഡക്റ്റുകളും ഇൻഡോർ എയർ ക്വാളിറ്റി ഉറപ്പാക്കുന്ന പ്രൊഡക്റ്റുകളാണ്. ഇന്ന് കേരളത്തിൽ നമുക്ക് 30-ലധികം ഔട്ട്ലെറ്റുകളുണ്ട്. അടുത്ത സാമ്പത്തിക വർഷം ഏകദേശം 100-ലധികം ഔട്ട്ലെറ്റുകൾ വരും. കേരളത്തിലെ എല്ലാ ജില്ലകളിലും കേരള പെയിന്റ്സിൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റുകൾ വഴിയും മറ്റ് ഔട്ട്ലെറ്റുകൾ വഴിയും കേരള പെയിന്റ്സ് ലഭ്യമാണ്. കൂടാതെ കേരളത്തിൽ ഉടനീളം ഹോം ഡെലിവറി സംവിധാനവും ഒരുക്കിയിട്ടുണ്ടെന്ന് കേരള പെയിന്റ്സ് അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഗോൾഡ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ ST Jewelry Manufacturers. ST Jewelry തൃശൂർ, ഒറ്റപ്പാലം, വടക്കാഞ്ചേരി, കട്ടപ്പന. സ്വർണം ഗ്രാമിന് 14,930 രൂപ, പവന് 1,19,440 രൂപ. ഇനി രസഗുളിക കാണാം. PK ശശി കൊള്ളരുതാത്തവൻ ആണെന്ന് EN സുരേഷ് ബാബുവും EN സുരേഷ് ബാബു കൊള്ളരുതാത്തവൻ ആണെന്ന് PK ശശിയും ഉറപ്പിച്ച് പറയുന്നുണ്ട്. ആരാണ് കൂടുതൽ കൊള്ളരുതാത്തവൻ എന്ന കാര്യത്തിലായിരുന്നോ രണ്ടുപേരും തമ്മിലുണ്ടായിരുന്ന തർക്കം എന്ന് പോലും കേൾക്കുന്നവർക്ക് തോന്നും. എന്തായാലും CPM-ന്റെ സമയം കൊള്ളാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. പാർട്ടിക്കെതിരെ പടയൊരുക്കി PK ശശി. പാലക്കാട്ടെ CPM വിമത കൺവെൻഷനിൽ ജില്ലാ സെക്രട്ടറിക്കെതിരെ ആരോപണ പ്രളയം. ജനകീയരായ നേതാക്കൾ ഇരുന്ന കസേരയിലാണ് ഒരു സ്പിരിറ്റ് കച്ചവടക്കാരൻ ഇരിക്കുന്നത്. അതിന് ഞങ്ങൾ ചോദ്യം ചെയ്യണ്ടേ? എന്തെങ്കിലും അത്തരത്തിലൊരു കാര്യം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. സത്യം പറയണം. സത്യം പറയണോ? പറയണം. വേണോ? കംപ്ലീറ്റ് കള്ളത്തരവാ. തെളിക്കോ? തെളിച്ചോ? ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലം കൊണ്ട് ഭരണത്തിന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പാർട്ടിയുടെ പാലക്കാട് ജില്ലയിലെ പല നേതാക്കന്മാരും നടത്തിയ തോന്നിവാസങ്ങൾ, അഴിമതി ഉണ്ടല്ലോ, അതൊക്കെ ആകെ വിശദീകരിക്കാൻ ഞാനിവിടെ ആഗ്രഹിക്കുന്നില്ല. നേതൃത്വം കൈയാളുന്നത് വിവരമില്ലാത്തവരാണെന്ന് അവൻ പറഞ്ഞതിന്റെ അർത്ഥം ആശാൻ മണ്ടനാണെന്നല്ലടാ. അത് പിന്നെ അവൻ അഹങ്കാരിയാണ് ആശാനെ. പുറത്തുള്ളവർ പാർട്ടിക്ക് അകത്തേക്ക് വരുന്തോറും
പാർട്ടിക്ക് അകത്തുള്ളവർ പുറത്തേക്ക് പോകുന്ന പ്രക്രിയ കൃത്യമായി നടക്കുന്നത് കൊണ്ട് CPM-ൽ ആള് അധികമായി പോകും എന്ന പ്രശ്നം ഇല്ല. ചിലർ വരും, ചിലർ പോകും, ചിലരെ പറഞ്ഞയക്കും. പുകഞ്ഞ കൊള്ളി പുറത്ത്. VK ശശിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. നാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവ ഇന്ന് ഇറങ്ങിക്കോണം. ഈ അംഗത്തട്ടിൽ ഈ കൊട്ടാര വളപ്പിൽ ഈ ടെറിട്ടറിയിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുക. നടപടിയല്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എക്സ്പെൽഷനാണ്, എക്സ്പെൽ ചെയ്തു. അങ്ങനെയാണ്. ഇവന്റെ പ്രശ്നങ്ങൾ ഞാൻ ഇവനോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവന്റെ പ്രശ്നം മുഴുവൻ വ്യക്തിപരമാണ്. കാരണം രാഷ്ട്രീയമാകാൻ ഒരു വഴിയില്ല. കാരണം രാഷ്ട്രീയമേ ഇല്ലാത്തവനാണ് ഈ ജില്ലാ സെക്രട്ടറി. ഞാൻ പറയുന്നു, അവനൊരു സാമൂഹ്യ ദുരന്തമാണ്. ശശി പോട്ടെ, ശശി ഒന്നും പറ്റാത്തൊരുത്തൻ. അതിനൊന്നും ഞാൻ മുഖവലിക്കെടുക്കുന്നില്ല ശശിനെ. ഇനി VD സതീശന് മറ്റൊന്ന് അളക്കട്ടെ കുറെ കാലം. മാർക്സിയൻ ദർശനം എഴുതിയത് VK ശശിയാണെന്ന് പറയാൻ മടിയില്ലാത്തൊരുത്തനാ ശശി. ഇവന്റെയൊക്കെ വാക്കുകൾക്ക് എന്ത് വിലയാണ്. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം. രതീഷ് അനിരുദ്ധൻ ചേരും. നിങ്ങളുടെ സ്വർണം വിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിസ്സാരം. ഇപ്പോൾ തന്നെ whitegold.money സന്ദർശിക്കൂ. നിങ്ങളുടെ സ്വർണം വിൽക്കൂ, ഉടനടി പേയ്മെന്റ് നേടൂ. പ്രകൃതി നമുക്കായി കരുതി വച്ചിരിക്കുന്നു അത്യപൂർവ ഔഷധങ്ങൾ. ഔഷധമാണ്, അത്ഭുതമല്ല. ഒരു കേരള സർക്കാർ സ്ഥാപനം. പ്രകാശത്തിൻ യാത്രയോ ഹൃദയമേ, ഹൃദയമേ. ഞങ്ങൾ സൂര്യനിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല, രാജ്യത്തിന്റെ എല്ലാ കോണുകളിലേക്കും അഭിവൃദ്ധിയും എത്തിക്കുന്നു. പ്രകാശത്തിൻ യാത്രയോ. അതാണ് ഞങ്ങൾ ചെയ്തു കാണിക്കുന്നു. 250 ml 7up. ഹേ അനു, നിന്റെ കൈ ഒന്ന് കാണട്ടെ. ഇന്ന് നീ എന്ത് ചോദിച്ചാലും അതിലും കൂടുതൽ കിട്ടും. 400 ml വെറും 20 രൂപയ്ക്ക്. ഞാൻ പറഞ്ഞില്ലേ. ഇനിയും പറ. ഒരു ഗ്രീൻ ഷർട്ട് ഇട്ട ഒരാൾ നിന്നെ പുറത്തു കൊണ്ടുപോകും. Icy Cool 7up. Now 400 milliliters at 20 rupees. Super duper refresher. അവളുടെ ബ്രൗസിംഗ് ഹിസ്റ്ററിയാ. How to kick a guest out. ഇപ്പൊ ഇതാണ് ചിന്ത, ഒരു ഒബ്സഷൻ പോലെ. പാമ്പ് പാമ്പ്. ഇത് നിന്റെ അടവൊന്നും അല്ലല്ലോ. ഇതിപ്പോ ഒരു മെന്റലി ഡിസ്റ്റർബ് ആയ കളിയല്ലേ ഇവള് കളിക്കുന്നത്. നോക്കൂ, എന്റെ നാട്ടിൽ എല്ലാ മലയാളീസും ഹാപ്പിയാണ്. കാരണം നാട്ടിലവരുടെ കുടുംബത്തിന്റെ ആരോഗ്യം ഞങ്ങളുടെ കൈകളിൽ സുരക്ഷിതമാണ്. മെഡിട്രീന ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ്. മാതൃഭൂമി ന്യൂസ് ഷോ ക്രെഡിറ്റ്സ്. Indel Money Instant Gold Loan. ഇന്ത്യയിലെ നമ്പർ 1 ജ്വല്ലറി ഗ്രൂപ്പായ ജോസ്കോ. മാതൃഭൂമി ന്യൂസ് brought to you by Milkmas Milkshakes. സഞ്ജു സൂപ്പറാണ്. പ്രധാന വാർത്തകൾ. വാങ്കഡയിലും സൂപ്പറായി സഞ്ജു. 2020 ലോകകപ്പ് സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ തകർപ്പൻ അർദ്ധ സെഞ്ചുറി. 42 പന്തിൽ അടിച്ചെടുത്തത് 89 റൺസ്. ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ. ഇംഗ്ലണ്ടിന് ജയിക്കാൻ വേണ്ടത് 254 റൺസ്. ആഗോള അയ്യപ്പ സംഗമത്തിലെ കള്ളക്കണക്കിൽ ദേവസ്വം ബോർഡിനെ കുടഞ്ഞ് ഹൈക്കോടതി. അയ്യപ്പ സംഗമത്തിൽ നടന്നത് സാമ്പത്തിക അച്ചടക്കമില്ലായ്മ. കൂടുതൽ തുക വിനിയോഗിച്ചത് വിശദീകരിക്കണം. സ്വർണ്ണക്കൊള്ളക്കേസിൽ ബോർഡിനെതിരെ ഇഡിക്ക് മൊഴി നൽകി തന്ത്രി കണ്ഠരര് രാജീവര്. പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് രാജിവെച്ചു. സ്ഥാനമൊഴിയുന്നത് മമതാ സർക്കാരുമായുള്ള 3.5 വർഷത്തെ പോരും ഭരണവും പൂർത്തിയാക്കി. അടുത്ത ഗവർണറായി പശ്ചിമ ബംഗാളിൽ എത്തുന്നത് RS രവി. സംസ്കൃത സർവകലാശാല VCയെ പുറത്താക്കി കേരള ഗവർണർ. PK ശ്യാമള സ്ഥാനാർത്ഥിത്വം CPM-ൽ പൊട്ടിത്തെറിയിലേക്ക്. സ്ഥാനാർത്ഥിയാക്കിയത് ചോദ്യം ചെയ്ത സംസ്ഥാന കമ്മിറ്റിയിൽ യുവ നേതാവ്. സമൂഹ മാധ്യമങ്ങളിൽ ശ്യാമളയ്ക്കെതിരെ പ്രതിഷേധമെന്നാരോപണം. സ്ഥാനാർത്ഥിയാക്കിയത് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ എന്ന പരിഗണനയിൽ അല്ല എന്ന് MV ഗോവിന്ദൻ.
ആന്റണി രാജുവിനെ കൈവിട്ട സർക്കാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ശിക്ഷ മരവിപ്പിക്കരുത് എന്ന് ഹൈക്കോടതിയിൽ സർക്കാർ നിലപാട് അറിയിച്ചത് ആന്റണി രാജു ശിക്ഷിക്കപ്പെട്ട തൊണ്ടിമുതൽ കേസിൽ. 6 നാളിലും അടങ്ങാതെ പശ്ചിമേഷ്യയിലെ സംഘർഷം. ഗൾഫിലെ CBSE 10ാം ക്ലാസ് പരീക്ഷകൾ റദ്ദാക്കി. യുഎഇക്കെതിരെ ഇന്നുണ്ടായത് 131 ആക്രമണ ശ്രമങ്ങൾ. ശ്രീലങ്കൻ പുറംകടലിൽ അമേരിക്ക മുക്കിയത് ഇന്ത്യൻ നാവികസേന അതിഥിയായി ക്ഷണിച്ച കപ്പലെന്ന് ഇറാൻ. ഖമനേയിക്ക് അനുശോചനം രേഖപ്പെടുത്തി ഇന്ത്യ. മധ്യസ്ഥ വഹിക്കാമെന്ന് ചൈന. ആക്രമണത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ്. യുഎഇക്ക് നേരെ ഇപ്പോൾ ഇന്ത്യക്കാർ ഏറെയുള്ള, മലയാളികൾ ഏറെയുള്ള യുഎഇക്ക് നേരെ ഇന്നുണ്ടായ 131 ആക്രമണ ശ്രമങ്ങളാണ് എന്താണ് ഔദ്യോഗികമായി പുറത്തുവരുന്ന വിവരം. 6 ബാലിസ്റ്റിക് മിസൈലുകളും 125 ഡ്രോണുകളും നേരിട്ടതായി യുഎഇ വ്യോമസേന വ്യക്തമാക്കുന്നു. രാജ്യത്ത് പതിച്ചത് ഒരു ബാലിസ്റ്റിക് മിസൈലും 6 ഡ്രോണുകളും മാത്രമാണ്. മറ്റുള്ളവയെ തകർത്തുവെന്നും ഈ വ്യോമസേന വ്യക്തമാക്കുകയാണ്. സുരേഷ് വെള്ളിമറ്റുണ്ട്. സുരേഷ്, യുഎഇ മറ്റു ഗൾഫ് രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അത് വലിയ ആശങ്കയായി, ഭീഷണിയായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. യുഎഇയിലെ ഇന്നത്തെ സാഹചര്യം എങ്ങനെയായിരുന്നു? രതീഷ്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആക്രമണം അവസാനിച്ചു, സമാധാനത്തിലേക്ക് വരുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും കാണുമ്പോഴും ചില രാജ്യങ്ങളിലെങ്കിലും ഇപ്പോഴും ആക്രമണം തുടരുന്നുണ്ട്. പ്രധാനമായും ഇന്ന് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായത് യുഎഇ, സൗദി അറേബ്യ, ഖത്തർ എന്നീ രാജ്യങ്ങൾക്ക് നേരെയാണ്. യുഎഇയുടെ നേരെ നേരത്തെ രതീഷ് പറഞ്ഞതുപോലെ 131 ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായി. അതിൽ 6 എണ്ണം ബാലിസ്റ്റിക് മിസൈലും 125 എണ്ണം ഡ്രോണുകളുമാണ്. രാജ്യത്ത് ഒരു ബാലിസ്റ്റിക് മിസൈലും 6 ഡ്രോണുകളുമാണ് പതിച്ചതെന്നാണ് ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിക്കുന്നത്. ഇന്ന് 6 പേർക്ക് അബുദാബിയിൽ ഉണ്ടായിട്ടുള്ള ഈ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് ഉണ്ടായിട്ടുള്ള അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. നേപ്പാൾ, പാകിസ്ഥാൻ സ്വദേശികളാണ് അവര്. യുഎഇയിൽ ഇതുവരെ 94 പേർക്ക് പരിക്കേറ്റു എന്ന് യുഎഇ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്നുമുണ്ട്. സൗദി അറേബ്യക്ക് നേരെ 3 മിസൈൽ ആക്രമണങ്ങളാണ് ഉണ്ടായത്. 3ഉം പരാജയപ്പെടുത്തിയെന്ന് സൗദി പറയുന്നു. അതോടൊപ്പം ഖത്തറിന് നേരെ 14 മിസൈലുകളും 4 ഡ്രോണുകളും വർഷിച്ചു. ഒരു മിസൈൽ മാത്രമാണ് രാജ്യത്ത് പതിച്ചത് എന്ന് ഖത്തറും പറയുന്നുണ്ട്. ഈ 3 രാജ്യങ്ങൾക്ക് നേരെയാണ് ഇന്ന് പ്രധാനമായും ആക്രമണ സംഭവങ്ങൾ ഉണ്ടായത്. ഏതായാലും മരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നുമില്ല എന്ന് മാത്രമല്ല, മുൻപൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ നല്ല രീതിയിൽ ആക്രമണ ശ്രമങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. മുൻപൊക്കെ ഉണ്ടായ സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു 10% മാത്രമായി ഈ ആക്രമണങ്ങൾ കുറഞ്ഞു എന്നുള്ളത് വലിയ ആശ്വാസവുമാണ്. ശരി, സുരേഷ് വെള്ളിമറ്റുമാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. അവിടെ ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളും യുഎഇക്ക് നേരെ ഇന്നുണ്ടായ 131 ആക്രമണ ശ്രമങ്ങളാണ്. ഇപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും ഈ മിസൈൽ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെ അത്തരം ആധുനിക സജ്ജീകരണങ്ങൾ ഉണ്ട്. ആ സാഹചര്യത്തിൽ 125 ഡ്രോണുകളും നേരിട്ടു എന്നാണ് ഇപ്പോൾ ഈ വ്യോമസേന വ്യക്തമാക്കുന്നത്. രാജ്യത്ത് പതിച്ച ഒരു ബാലിസ്റ്റിക് മിസൈലും 6 ഡ്രോണുകളും മാത്രം എന്നാണ് ഇപ്പോൾ വ്യോമസേന അവകാശപ്പെടുന്നത്. സുരേഷ് വെള്ളിമറ്റമാണ് ആ വിവരങ്ങൾ നൽകിയത്.